السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الحمد لله بنعمته تتم الصالحات. نحمده ونستعينه ونؤمن به ونتوكل عليه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രീതി റിളവാനും മിനല്ലാഹി അക്ബർ, ശാശ്വതമായ പരലോക ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസ്, അത് ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമായി സ്വീകരിച്ചു ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നയിക്കേണ്ടവരാണ്. ഈ ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ പ്രീതിയും പരലോകത്ത് സ്വർഗവും ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൊച്ചു വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, സലാഫുൻ മല്ലൻ തകുൻ ഫീഹി വാഹിദത്തുൻ മിൻഹുന്ന ഫലാ തഅ്തദിൻ ബിശൈഇൻ മിൻ അമലിഹി തഖ്വ തഹ്ജിസുഹു അൻ മആസില്ലാഹ് ഔ ഹിൽമിൻ യകുഫു ബിഹി സഫീഹ് ഔ ഖുലുഖിൻ യഈശു ബിഹി ഫിന്നാസ്. ഇതാ 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരാളിലില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 3ഉം ഉണ്ടാവണം. ഏതെങ്കിലും ഒന്ന് ഒരാളിലില്ലെങ്കിൽ ഫലാ തഅ്തബിർ ബിശൈഇൻ മിൻ അമലിഹി, പിന്നെ അയാളുടെ പ്രവർത്തനങ്ങൾ എടുക്കാനില്ല, വട്ടപൂജ്യമാണ്. അതിലൊന്ന് തഖ്വ തഹ്ജിസുഹു അൻ മആസില്ലാഹ്, അല്ലാഹു വിലക്കിയതിൽ നിന്ന് ഒരാളെ തടുത്തു നിർത്തുന്ന തഖ്വ. പടച്ചവൻ വിരോധിച്ച കാര്യങ്ങൾ, അത് വാക്കായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും എന്തുതന്നെയാണെങ്കിലും, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളാണെങ്കിൽ അതിലേക്ക് നമ്മെ അടുക്കുന്നതിൽ നിന്ന് നമ്മെ തടുത്തു നിർത്തുന്ന, തഹ്ജിസുഹു എന്ന് പറയുമ്പോൾ ഒരു മതിലായി നിൽക്കുന്ന തഖ്വാബോധം, അത് മുഖേന ആ തെറ്റായ കാര്യം, അല്ലാഹു വിലക്കിയ കാര്യം പറയുക മുഖേന അല്ലെങ്കിൽ ചെയ്യുക മുഖേന
എനിക്ക് എന്ത് നേട്ടമുണ്ടെങ്കിലും അതെനിക്ക് ആവശ്യമില്ല. അത് ഉപേക്ഷിക്കുക വഴി എന്തു വലിയ നഷ്ടം വന്നാലും എനിക്കത് പ്രശ്നമല്ല. ആ ഒരു നിലപാട് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. തഖ്വ തഹജ്ജിസുഹു അൻ മആസി. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഔ ഫിൽമി യകുഫു ബിഹി സഫീ. അവിവേകിയെ പ്രതിരോധിക്കാൻ പറ്റിയ വിവേകബോധം വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും അയൽപക്കത്തു നിന്നും പരിസരത്തു നിന്നും ഒക്കെ അവിവേകത്തെ നമുക്ക് കണ്ടുമുട്ടേണ്ടി വരും. അവിവേകികളെ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിവേകബോധം നമുക്കുണ്ടാവുക. ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ കാര്യം എടുക്കാനില്ല എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അവിവേകത്തെ അവിവേകം കൊണ്ട് നേരിടുക, അത് ഇസ്ലാമിന്റെ നിലപാടാണ്. അവിവേകത്തെ വിവേകം കൊണ്ട് അഭിമുഖീകരിക്കുക, അവിവേകത്തെ അവിവേകം കൊണ്ട് നേരിടുക എന്നത് ജാഹിലിയ്യത്താണ്. ജാഹിലിയ കാലത്തെ അവരുടെ പെരുമയും മഹത്വവുമായിട്ട് അവരങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളോടാരും അവിവേകം കാണിക്കാൻ വരണ്ട. അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈനാ ഫനജ്ഹല ഫൗക ജഹലിൽ ജാഹിലീന. ഞങ്ങളോടാരും അവിവേകം കാണിക്കാൻ വരേണ്ടതില്ല. അങ്ങനെ വന്നാൽ അതിന്റെ ഇരട്ടിക്കിരട്ടിയായ അവിവേകം കൊണ്ട് തിരിച്ചടിക്കും. അത് ജാഹിലിയ്യത്താണ്. ഇസ്ലാമല്ല. ഇസ്ലാം പുതിയ മാനദണ്ഡങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ നിലപാടുകൾ അവതരിപ്പിക്കുകയായിരുന്നു. അവിടെ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. പരമകാരുണ്യകന്റെ അടിമകൾ. ആ പ്രയോഗം തന്നെ എത്ര മനോഹരമാണ്. അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ മതി. വഇബാദുർ റഹ്മാൻ, സ്നേഹവാത്സല്യങ്ങളോടുകൂടിയുള്ള ഒരു പ്രയോഗമാണ്. പരമകാരുണ്യകന്റെ അടിമകൾ. എന്റെ അടിമകൾ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ അത് പറയാതെ പരമകാരുണ്യകന്റെ അടിമകൾ. നമ്മളുണ്ടല്ലോ കുട്ടികളോടൊക്കെ ഒരു വാത്സല്യത്തിൽ ഉപ്പാന്റെ കുട്ടി, അല്ലെങ്കിൽ എന്റെ പൊന്നാര മോൻ എന്നൊക്കെ പറയുന്നതിനേക്കാൾ മനോഹരമായ പ്രയോഗമാണ് പരമകാരുണ്യകന്റെ അടിമകൾ. ഭൂമിയിൽ അവർ വിനയാന്വിതരാണ്. അവർക്ക് ജാഹിലിയ്യത്തിനെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ആലൂ സലാമ, വളരെ യുക്തിപൂർവം അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അല്ല അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതല്ല. ചിലപ്പോ അതങ്ങനെ പറഞ്ഞാൽ അത് ചൂടാവും, കൂടുതൽ ചൂടാവും. ആലൂ സലാമ, അവർ വളരെ തന്ത്രത്തോടുകൂടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് വലിയ പിന്തുണ റബ്ബിന്റെ ഭാഗത്ത് നിന്നുണ്ടോ? പടച്ച തമ്പുരാന്റെ സഹായത്തിന് നിങ്ങൾ അർഹരായിത്തീരും. നിങ്ങൾ സവിശേഷമായിട്ടുള്ള നിങ്ങളുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുകയാണ്. അവിവേകത്തെ വിവേകം കൊണ്ട് നേരിടുമ്പോ ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ മഅ അസ്ഹാബിഹി, ഒരു ഹദീസിലുണ്ട് സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് തിരിക്കുകയാണ്. സഹാബിമാരൊക്കെ ഉണ്ട്, പല പ്രമുഖരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ വഖാ റജുലുൻ ബി അബീ ബക്കർ, ഒരാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ അങ്ങോട്ട് ചാടി, അങ്ങോട്ട് കയറി വന്നിട്ട് ഫആദാഹു, കുറേ അങ്ങോട്ട് ചീത്ത പറഞ്ഞു, കുറേയാണ് ചീത്ത പറഞ്ഞു. ഫസമിത അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും വേണ്ടിയില്ല. വെറുതെ റസൂൽ എന്താ ചെയ്യണത് എന്നൊന്നും തിരിഞ്ഞു നോക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെടുക്കുന്നു?
റസൂലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ്. ഇയാള് ചീത്ത പറയാ, അപ്പൊ റസൂല് പുഞ്ചിരിക്കുക. അങ്ങനെ ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം, നിങ്ങളൊരാൾ ചീത്ത പറഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ലെങ്കിൽ ആ പോയ ആള് തിരിച്ചു വിടല് വരും. ഇയാള് വീണ്ടും വീണ്ടും വന്നിട്ട് കുറെയാണ് പറയാൻ പറയാം. എന്താടാ നാവില്ലേ, മിണ്ടാനറിയേ ഈ സ്വഭാവത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിശബ്ദനായി. ഇയാള് വീണ്ടും പോയിട്ട് തിരിച്ചു വീണ്ടും വരികയാണ്. മൂന്നാം പ്രാവശ്യം വന്നിട്ട് ഇയാള് തെറി പറയാൻ തുടങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ തുടങ്ങുമ്പോ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുവരെ അവിടെ ഇരുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് പോവാണ്. അപ്പോ സിദ്ദീഖുൽ അക്ബർ സംസാരമൊക്കെ നിർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ പിന്നാലെ ചെന്നു. എന്താ റസൂലേ, ആ വജത്ത അലയ്യ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ഭാഗത്ത് വല്ല വീഴ്ചയും വന്നോ? ഞാൻ എന്തെങ്കിലും അധികം പറഞ്ഞോ? വല്ല വിഷയം വന്നോ? അല്ലല്ല, നിങ്ങളൊന്നും അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എണീറ്റ് പോരാൻ കാരണം നിങ്ങൾ അയാളിങ്ങനെ ചീത്ത പറയുകയും നിങ്ങൾ അതിൽ ക്ഷമിക്കുകയും നിശബ്ദനായിരിക്കുകയും ചെയ്തപ്പോ നസല മലക്കും മിനസ്സമാ, ആകാശത്തിൽ നിന്നൊരു മലക്ക് വന്നിട്ട് ഇയാൾക്ക് ഇങ്ങനെ മറുപടി പറയാണ്. ഇയാൾക്ക് മറുപടി പറയാ. ഫലം മൻതസർത്ത, നിങ്ങൾ മറുപടി പറയാൻ തുടങ്ങിയപ്പോ മരക്ക് പോയി, അവിടെ ഇബ്ലീസ് വന്നിരുന്നു. നിങ്ങൾക്കറിയാലോ, ഫലം അകുല്ലി അജ്ലിസ ഇദാഖഅദ ശൈത്താൻ, ഒരു സദസ്സിൽ വന്നിട്ട് ഇബ്ലീസ് ഇരുന്ന പിന്നെ ഞാൻ അവിടെ ഇരിക്കൂല. അതാ ഞാൻ എണീറ്റു. നമ്മൾ അറിയണം, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റിസർവേഷൻ ചെയ്ത് വെച്ചതല്ല. ഇത് നമ്മക്കൊക്കെ കിട്ടും, നേടിയെടുക്കാൻ. മൂന്നാമതായി റസൂലുള്ളാഹി പറയാണ്, മൂന്നാമത്തെ കാര്യം, ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം, എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. കുട്ടികള്, മുതിർന്നവര്, സാധാരണക്കാര്, വിദ്യാസമ്പന്നര്, നിലവാരം കുറഞ്ഞു എന്ന് വിലയിരുത്തപ്പെടുന്നവർ, എല്ലാവരും ബന്ധപ്പെടാൻ കഴിയും. അവരോടൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവചര്യ, അത് വലിയ സംഭവമാണ്. ജനമനസ്സുകളെ കീഴ്പ്പെടുത്തുക അവിടെയാണ്. ജനങ്ങൾ നമുക്ക് വിധേയരാവുക അവിടെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതരത്തിലുള്ള വിമർശനങ്ങൾ, ഇല്ലാത്ത അപവാദങ്ങൾ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ ഫഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം ഫസതുബ്സിറു വയുബ്സിറു. പലതരം വിമർശനങ്ങൾ, പലതരത്തിലുള്ള കുത്തുവാക്കുകൾ, കുപ്രചരണങ്ങൾ, ഇതൊക്കെ നടക്കുമ്പോ അല്ലാഹു പറഞ്ഞു, അതൊക്കെ അവര് നടത്തട്ടെ. ഇതിനെല്ലാം നേരിടാനുള്ള അതിശക്തമായ ഒരു വിഭവം താങ്കളുടെ കയ്യിലുണ്ട്. ഫഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ആ ഉത്കൃഷ്ടമായ സ്വഭാവചര്യ, അതുകൊണ്ട് അവരെ നീക്കിപ്പെടുത്തും. നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് കാണാം, താങ്കൾക്കും കാണാം. ഇത് സത്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ ഇടപെടലുകളിൽ, നമ്മുടെ ബന്ധപ്പെട്ടവരും ബന്ധപ്പെടാത്തവരും, നമ്മുടെ മിത്രങ്ങളും ശത്രുക്കളും, അവരോടൊക്കെയുള്ള സമീപനമാണ്.
വിവേകത്തിന്റെ സമീപനം, തഖ്വയുടെ സമീപനം, ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ സമീപനം. ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും, നിങ്ങൾക്കതറിയാം. എല്ലാവരും അതിനൊരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മഹല്ലിൽ നിന്ന് 3 വാർഡുകളിൽ നിന്നായിട്ടോ നമ്മുടെ 3 പ്രതിനിധികൾ രംഗത്തുണ്ട്. പലതരം വിമർശനങ്ങൾ വരും. നിലവാരം കുറഞ്ഞ പലരും സംഭവിക്കും. നമ്മളോട് പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇപ്പോഴാണോ ഇതിനൊക്കെ മെനക്കെടുന്നത്? ഇത് വളരെ ചലിക്കുണ്ടാണ്, ചേറാണ്. ഇതിലിറങ്ങിയാൽ ആ കഷ്ടായി. ശരിയാണ് ആ പറഞ്ഞത്. ഇത് ചലിക്കുണ്ടാണ്, ഇത് ചേറാണ്, മലിനമായി. ഇനി മലിനമാകാനൊന്നും ബാക്കിയില്ല. വംശീയതയും വിഭാഗീയതയും പക്ഷപാതിത്വവും നിറഞ്ഞാടുകയാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തുടനീളം. നമുക്കതാണല്ലോ, ന്യൂയോർക്കിൽ ഒരു മുസ്ലിം പേരുള്ള ഒരാൾ, നിങ്ങൾക്കറിയാം, ഗവർണറായി വരുമ്പോ വംശീയതയുടെ ലോക നേതാവിന് പറയാനുള്ളത്, ഇതോടുകൂടി ന്യൂയോർക്ക് ഒരു മുസ്ലിം സ്റ്റേറ്റായി മാറി. ലണ്ടനിൽ ഒരു മുസ്ലിം നാമമുള്ള ആൾ മേയറായി വന്നാൽ 25-30 കൊല്ലം കൊണ്ട് ഇതൊക്കെ ഇസ്ലാമിന്റെ ആധിപത്യത്തിന് കീഴിലാവും. ഇസ്ലാമോഫോബിയ നമ്മുടെ ഇന്ത്യയിൽ അതിന്റെ നേതാവിന് പറയാനുള്ളത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ നമ്മുടെ സ്വത്തുക്കളൊക്കെ കണ്ടെടുക്കണം. കേരളത്തിലേക്ക് വരുമ്പോ അതിന്റെ സംസ്ഥാന നേതാവിന് പറയാനുള്ളത്, മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ നാട് വിടേണ്ടി വരും. ഇതെല്ലാം ഒരേ കാര്യമാണ്. വിഭാഗീയതയുടെയും വംശീയതയുടെയും പക്ഷപാതിത്വത്തിന്റെയും സന്ദേശം ചലിക്കുണ്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനാധിപത്യം തന്നെ കുഴിച്ചുകൂടപ്പെട്ടു. ഇനി അതില്ല. ഇതിനു മുമ്പ് പല തെരഞ്ഞെടുപ്പിലും കള്ളപ്പണത്തിന്റെ മുഴുക്കും കുത്തകകളുടെ സംഗതിയും ഒക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നെങ്കിലും ഇവിടെ സംഭവിച്ചത് ഭരണകൂടം തന്നെ നേർക്കുനേരെ വളരെ വെളിച്ചത്തിൽ, പകൽ വെളിച്ചത്തിൽ നാട്ടിലെ എല്ലാ വോട്ടർമാർ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ, നിരക്ഷരരും സാധാരണക്കാരും പാവങ്ങളും ഒക്കെ ആയിട്ടുള്ള ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ചെന്നാൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന്റെയൊക്കെ ആവർത്തനം. ചലിക്കുണ്ടാണ്. ശരിയാണ് നിങ്ങൾ പറഞ്ഞു, ചലിക്കുണ്ടാണ്. ഇത് ശുദ്ധമായ പരിസരമായിരുന്നുവെങ്കിൽ നമുക്ക് പറയാനുള്ളതാ. ഇത് ശുദ്ധജലമായിരുന്നുവെങ്കിൽ, തെളിനീരായിരുന്നുവെങ്കിൽ അവിടെ നമുക്ക് ഇടപെടേണ്ടി വരുമായിരുന്നില്ല. അതിൽ നിന്ന് തെളിക്കുന്നതും വരുന്നതും ശുദ്ധജലമാകുമായിരുന്നു. ഈ ചളിക്കുണ്ടോ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് വ്യക്തികളിലേക്ക്, കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക്, അതിന്റെ സദാചാര ധാർമ്മിക മൂല്യങ്ങളിൽ വരെ അതിന്റെ നീരാളി പിടുത്തത്തിന് വിധേയമാകുമ്പോ നമുക്ക് ഇടപെടേണ്ടി വരും. ഇടപെടുമ്പോ നാം ഇടപെടേണ്ടത് ഈ ഉയർന്ന മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ്. അവരെങ്ങനെയാണ് അങ്ങനെ നമ്മളല്ല, അങ്ങനെയാവാൻ പാടില്ല. അങ്ങനെ ആവുന്നതുകൊണ്ട് ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാകാതെ വരും. അറിവും അവിവേകവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാതെ അവിടെ നാം ഉയർന്ന മൂല്യങ്ങളെ, ആദ്യത്തത് രാഷ്ട്രീയത്തിലും അത് ജീവിതത്തിൽ നിന്ന് മുക്തമല്ല. പടച്ചതമ്പുരാന്റെ വിചാരണയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല. രാഷ്ട്രീയ പ്രഭാഷണങ്ങൾക്ക് ഒരു വിധിയും മതപ്രഭാഷണങ്ങൾക്ക് വേറൊരു വിധിയുമില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു വിധിയും മതകീയ കൊലപാതകങ്ങൾക്ക് മറ്റൊരു വിധിയും ഇല്ല. മറിച്ച് അവിടെയൊക്കെയും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണം. അവിടെ ഉയർന്നു നിൽക്കണം. ഇസ്ലാമിന്റെ മൂല്യങ്ങളെ നമ്മൾ കാത്തുസൂക്ഷിക്കണം.
നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നിയമനിർമ്മാണ സഭകളല്ല. പക്ഷേ അതിന് സാധാരണക്കാരന്റെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹലിൽ നടത്തുന്ന ജനകീയ സേവന പ്രവർത്തനങ്ങളും ഈ നമുക്ക് അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ ലഭ്യമായി തീരുന്ന 3 വാർഡ് മെമ്പർമാരുടെ സേവന പ്രവർത്തനങ്ങളും ഒത്തൊരുമിച്ചു വരുമ്പോ അത് ജനതയ്ക്ക് വലിയ ഉപകാരമായി തീരും, വലിയ നന്മയായി തീരും. ആ നിലക്കാ രംഗത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തും. ചിലരെങ്കിലും ധരിക്കാറുണ്ട് നമ്മുടെ കൂട്ടത്തിലെ നല്ല മനസ്സുള്ളവർ ഇത് വേണ്ടാത്തതായിരുന്നു, ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, നമുക്കങ്ങനെ ഒതുങ്ങി നിൽക്കലായിരുന്നു നല്ലത്. അത് ശരിയല്ല. ഇത് ചളിക്കുണ്ടായത് തന്നെയും ഒരു പ്രശ്നമാണ്. മലിനജലം അത് കടന്നു വരുന്നത് നമ്മുടെ വീടുകളിലേക്കാണ്, നമ്മുടെ കുട്ടികളിലേക്കാണ്, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്കാണ്, വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്കാണ്, സദാചാര മൂല്യങ്ങളിലേക്കാണ്. ഇവിടെ നോക്കി നിൽക്കാൻ പറ്റില്ല, സാധ്യമാകുന്നത്രയും. പക്ഷേ ഈ അടിസ്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെയാകുമ്പോ അല്ലാഹുവിന്റെ തൃപ്തി പ്രീതി അവിടെ വരും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന ഖുർആൻ പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ ഒന്നും ഒഴിവായി പോകുന്നില്ല. വികാരങ്ങൾ നമ്മൾ കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, വിചാരിക്കുന്നത് അവയൊക്കെയും അല്ലാഹുവിന്റെ വിചാരണയ്ക്ക് വിധേയമായി തീരും. അതുകൊണ്ട് മറ്റുള്ളവരെങ്ങനെയാണ് അതിന്റെ തുടർച്ചക്ക് നമ്മൾ ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകകൾ കാണിച്ചു തന്നു, എല്ലാ തലത്തിലും കാണിച്ചു തന്നു. ജീവിതത്തിന്റെ മുഴുമണ്ഡലങ്ങളും ആ ജീവിതത്തിൽ കൈകാര്യം ചെയ്യാത്തതായി ഒന്നും കണ്ടിട്ടില്ല. അവിടെയൊക്കെയും ഈ മഹിതമായ മൂല്യങ്ങളുടെ സാക്ഷികളായി തീരേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ നിങ്ങൾ രംഗത്ത് വരണം? അതിലാദ്യത്തത് നിങ്ങളുടെ കയ്യിലെ വിഭവം തഖ്വ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വഴിയിൽ അവിവേകികളെ കണ്ടുമുട്ടേണ്ടി വരും. അവിടെ നിങ്ങൾ വിവേകത്തിന്റെ സമീപനം സ്വീകരിക്കണം. അവിവേകികളെ പ്രതിരോധിക്കാൻ പറ്റുന്ന വിവേകബോധം നിങ്ങൾക്കുണ്ടാകണം. ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം വളരെ വളരെ പ്രധാനമാണ്. അതാണല്ലോ നമ്മുടെ ജീവിത വിജയത്തിന്റെ തന്നെ അടിസ്ഥാനം, ദുനിയാവിലും ആഖിറത്തിലും. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ അബ്ദ ലയബ്ലഉ ബിഹുസ്നി ഖുലിഖിഹി അലീമ ദറജാത്തിൽ ആഖിറ വഅശ്റഫുൽ മനാസിൽ വഇൻഹു ലളൈഫുൽ ഇബാദ. ഒരടിമ അയാളുടെ ഉത്കൃഷ്ട സ്വഭാവചര്യങ്ങൾ കാരണമായിട്ട് പരലോകത്ത് വളരെ വളരെ ഉയർന്ന അത്യുന്നതങ്ങളിൽ എത്തിച്ചേരും. എന്നിട്ട് പറയാ വഇൻഹു ലളൈഫുൽ ഇബാദ, അയാൾ ആരാധനാ കർമ്മങ്ങളിൽ ഒരൽപ്പം പുറകിലാണെങ്കിലും, നിർബന്ധമായ ആരാധനാ കർമ്മങ്ങൾ ഇല്ല എന്നല്ല, അതൊക്കെ വേണം, പക്ഷെ വല്ലാത്ത ഒരു ആബിദൊന്നുമല്ല. പക്ഷേ അയൽപക്ക ബന്ധങ്ങളിൽ, മാനുഷിക ബന്ധങ്ങളിൽ, ജനങ്ങളുമായുള്ള ഇടപാടുകളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരെങ്കിൽ അയാൾ സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലെത്തും. ഒരടിമ അയാളുടെ ചീത്ത സ്വഭാവം കാരണമായിട്ട് നരകത്തിന്റെ അടിത്തട്ടിലെത്തും. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നെപ്പറ്റി അവകാശപ്പെടുന്നതല്ല, നിങ്ങൾ നിങ്ങളെപ്പറ്റി അവകാശപ്പെടുന്നതല്ല, മറിച്ച് നമ്മളെ മറ്റുള്ളവർ എങ്ങനെ അനുഭവിക്കുന്നു അതാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ അയൽപക്കക്കാർ, നിങ്ങളുടെ സഹപ്രവർത്തകർ, നിങ്ങളുടെ മിത്രങ്ങൾ, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ എങ്ങനെ അനുഭവിക്കുന്നു? നിങ്ങളുടെ വ്യത്യസ്ത വൈകാരിക തലങ്ങളിൽ
നിങ്ങൾക്ക് സന്തോഷം വരുമ്പോ, നിങ്ങൾക്ക് ദുഃഖം വരുമ്പോ, നിങ്ങൾക്ക് പ്രയാസം വരുമ്പോ, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോ, നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുമ്പോ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ്, അതിന്റെ ആകത്തുകയാണ്. മറ്റുള്ളവരാണ് ആദ്യം മാർക്കിടുന്നത്, ഏറ്റവും അടുത്തവരാണ്. റസൂലുള്ളാഹി പറഞ്ഞ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ്. അയൽപക്ക ബന്ധങ്ങളിൽ ഊഷ്മളതയുള്ളവരാണ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിൽ നമുക്ക് എത്തിച്ചേരാൻ, ദുനിയാവിൽ പടച്ച തമ്പുരാന്റെ ദീനിന്റെ സാക്ഷികളാവാൻ, അല്ലാഹുവിന്റെ കലിമത്ത് ഏറ്റവും ഉയരങ്ങളിലാവാനുള്ള കർമ്മപാതയിൽ മുന്നോട്ട് നീങ്ങാൻ, ശാശ്വതമായ പരലോക ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. കാരുണ്യക്കടലായ നാഥൻ അതിന് നിങ്ങൾക്ക് നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളിൽ, ആഗ്രഹങ്ങളിൽ, അഭിലാഷങ്ങളിൽ അങ്ങേയറ്റത്തു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ് ജന്നാത്തുൽ ഫിർദൗസിലെത്തണം. അല്ലാഹുവിന്റെ റസൂലിനെ കാണണം. അല്ലാഹുവിന്റെ റസൂലിന് ഷൈഖിന്റെ കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ ആലിംഗനം ചെയ്യണം. റസൂലിന്റെ സഹവാസം നമുക്ക് ലഭിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളിൽ, സ്വപ്നങ്ങളിൽ അങ്ങേയറ്റത്തു നിൽക്കുന്നതാണ്. നിങ്ങളാരും അത് ആഗ്രഹിക്കാത്തവരായി ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾക്കതിന് കഴിയും, നിങ്ങൾക്കതിന് സാധിക്കും. എങ്ങനെ സാധിക്കും? ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുക്കും അഖ്ലാഖ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ ഏറ്റവും അടുത്തുണ്ടാവുന്നവർ, എന്റെ അയൽപക്കത്ത് വീട് ലഭിക്കുന്നവർ, എന്റെ സഹവാസം ലഭിക്കുന്നവർ സ്വഭാവ ഗുണങ്ങളിൽ ഉത്തമരായവരാണ്. നമ്മുടെ ഈ സദസ്സിൽ നിന്നൊക്കെ അതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരുണ്ടാവും. പടച്ച തമ്പുരാൻ നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാവണം. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, വഇന്ന അബ്ഗദക്കും വഅബ്ഗദക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ സർതാറു. നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ, ഏറ്റവും വെറുപ്പുള്ളവർ, എന്നിൽ നിന്ന് ഏറ്റവും വിദൂരത്ത് നിൽക്കുന്നവർ, അങ്ങനെ ധാരാളമായിട്ട് സംസാരിക്കുന്നവർ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഗൈബത്തും നമീമത്തും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. സർസാറൂൻ എന്ന് പറഞ്ഞാൽ ആ പദം പോലെ തന്നെ എന്റെ അർത്ഥം, സറസറ അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു വൽ മുതശദ്ദിഖൂൻ. മുതശദ്ദിഖൂൻ, മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞ ധാരാളമായി സംസാരിക്കുകയും ആ സംസാരത്തിലൊക്കെ ഞാൻ കേമനാണ് എന്ന് ഞാൻ തന്നെ പറയും. നമുക്കുണ്ടല്ലോ അവനവനെ പ്രമോട്ട് ചെയ്യുക. എല്ലാവരും ഞാൻ തന്നെ വലിയ ആളാണ്, ആരെ പറഞ്ഞത് ഞാൻ തന്നെ. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ ധാരാളമായിട്ട് സംസാരിക്കുകയും അവനവനെ പ്രമോട്ട് ചെയ്യുകയും മാത്രമല്ല, മൂന്നാമതൊരർത്ഥം കൂടി മറ്റുള്ളവരുടെ നേരെ ചാട്ടുളി പ്രയോഗിക്കുകയും ചെയ്യുക. മറ്റുള്ള വേദനിപ്പിക്കുക, അവന്റെ അഭിമാനത്തോട്ട് കളിക്കുക. അത്തരം ആളുകളെ എനിക്കിഷ്ടമില്ല, എന്റെ അടുത്തില്ല.
പരലോകത്ത് ഞാൻ അവരെ കാണാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. പടച്ച തമ്പുരാൻ ഉത്കൃഷ്ടമായ സ്വഭാവചര്യങ്ങളുടെ ഉടമകളാണ് നമ്മളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവരെയും റബ്ബ് ഉൾപ്പെടുത്തി തീരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ നീ മാപ്പാക്കണം തമ്പുരാനെ. പാപങ്ങളെ നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ റബ്ബേ, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ നീ സാലിഹീങ്ങളാക്കി തീർക്കണേ തമ്പുരാനെ, സാലിഹാത്തുകളാക്കണേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രബോധകരും പ്രവർത്തകരും ആ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്നവരുമായി അവരെ നീ വളർത്തിയെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, അവർക്ക് നീ മഅ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ഇന്നലെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മുള്ളയാക്കുറിശിയിൽ നമ്മുടെ MT അബൂബക്കർ മൗലവിയുടെ ജ്യേഷ്ഠ സഹോദരൻ MT മുഹമ്മദ് എന്ന ബാപ്പു സാഹിബ് അല്ലാഹുവിലേക്ക് യാത്രയായി. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ മഅ്ഫിറത്തും റഹ്മത്തും നൽകി നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മുന്നിൽ നടന്നവർ, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, ഞങ്ങൾക്ക് വഴികാട്ടികളായവർ, അവർ പലരും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ രോഗം മൂലം പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി അവർക്ക് നീ പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, ഞങ്ങളുടെ സദുദ്യമങ്ങൾക്ക് അല്ലാഹുവേ നീ വലിയ വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീ ദൂരീകരിക്കണേ തമ്പുരാനെ. ഈ രാജ്യത്തിന്റെ മനസ്സിനെ നീ ഇസ്ലാമിന് അനുകൂലമാക്കി തീർക്കണേ തമ്പുരാനെ. ഈ രാജ്യനിവാസികൾക്ക് നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا اجرنا من النار. اللهم ربنا اجرنا من النار. اللهم ربنا اجرنا من النار. اللهم اجمعنا في جناتك النعيم. اللهم اجمعنا في جنات الفردوس. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. فأقم الصلاة.